ജാസിയെ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് ജാസിമാരെ നമുക്കൊക്കെ അറിയാം. ഞാനൊരു കുറ്റിപ്പുറത്തുകാരനായതുകൊണ്ട് നിങ്ങളൊരു പക്ഷേ ഉദ്ദേശിച്ചത് കുറ്റിപ്പുറം ജാസി എന്ന പേരിൽ അറിയപ്പെടുന്ന ആണായി ജനിച്ച് മാക്സി ഇട്ട് നടക്കുന്ന അവനെക്കുറിച്ചാണോ? എങ്കിൽ അവനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അവൻ്റെ കുടുംബ പാശ്ചാത്തലം അന്വേഷിച്ചപ്പോൾ ഒരു നല്ല ഉപ്പയുടെ മോനായിരുന്നു. ആ ഉപ്പാക്ക് ആ മോനെക്കുറിച്ച് ഒരുപാട് നല്ല പ്രതീക്ഷകളുണ്ടായിരുന്നു. ഒരുപാട് വേദനയോടുകൂടെയാണ് ആ പാവം ഈ ലോകത്തോട് വിട പറഞ്ഞത് എന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. അങ്ങനെയാണല്ലോ മാതാപിതാക്കളായ നമുക്ക് മക്കളെപ്പറ്റി അവരെക്കുറിച്ച് ഓർത്തൊരുപാട് പ്രതീക്ഷകളുണ്ടാവും. ആ പ്രതീക്ഷകൾ മക്കൾ താളം തെറ്റിക്കുമ്പോൾ ഓരോ മാതാപിതാക്കൾക്കും സഹിക്കാൻ കഴിയാത്ത വേദനയാണ്. സ്ത്രീജന്മം പുണ്യജന്മം എന്നാണ് നമ്മളൊക്കെ പറയാറുള്ളത്. കാരണം അള്ളാഹു ഏറെ ആദരിച്ച വിഭാഗമാണ് സ്ത്രീകൾ. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ സാന്നിധ്യത്തിലേക്ക് ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഹബീബായ നബിയെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കടപ്പെട്ടത് ആരോടാണ്? അപ്പോൾ മുത്തുനബി തങ്ങൾ പറഞ്ഞു, നിൻ്റെ ഉമ്മയോട്. ഓക്കെ, പിന്നെ ആരോടാണ്? അപ്പോഴും പറഞ്ഞു, നിൻ്റെ ഉമ്മയോട്. ഓക്കെ, എൻ്റെ ഉമ്മയോട് എനിക്ക് അതിയായ സ്നേഹവും വാത്സല്യമുണ്ട്. പിന്നെ ആരോടാണ്? നിൻ്റെ ഉമ്മയോട്. അപ്പോൾ അത്രയേറെ മഹത്വം അള്ളാഹു നൽകിയ ഒരു വിഭാഗമാണ് സ്ത്രീകൾ. കാരണം എന്താണെന്നറിയോ? നൊന്ത് പ്രസവിച്ച ആ ഒരൊറ്റ കാരണം, അതിനുള്ള അവകാശം അവർക്ക് അള്ളാഹു കൊടുത്ത ഒരൊറ്റ കാരണം. ഞാനത് പറയാൻ കാരണം, കുറച്ച് ദിവസങ്ങളായി ഇവൻ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ ഒരുപാട് സ്ത്രീകൾ അവനെ ചോദ്യം ചെയ്തു, നീ പെണ്ണാവാതെ നീ എങ്ങനെ പ്രഗ്നൻ്റായി? അതിൻ്റെ പിറ്റേ ദിവസം അവനൊരു ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ട് പറഞ്ഞു, ഞാൻ പെണ്ണായി. നീ കേവലം ഒരു മാക്സി മാറ്റിയതുകൊണ്ട് പെണ്ണാവോ? അത് സ്ത്രീജന്മം എന്ന ആ മഹത്തായ ഐഡന്റിറ്റിയെ കളങ്കപ്പെടുത്തുകയാണ് നീ ചെയ്യുന്നത്. കേവലം നീ ഒരു മാക്സി ധരിച്ചത് കൊണ്ട് നീ ഒരു സ്ത്രീയാവാൻ പോകുന്നില്ല എന്നുള്ള എല്ലാവർക്കും അറിയാം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല സൂറത്തുൽ അൻആമിൽ പറയുന്നുണ്ട്, വല ആമുറന്നഹും വല യുഗയ്യിറുന്ന ഖൽഖല്ലാഹ്. ആ ആയത്തിൽ അല്ലാഹു പറയാണ്, വമൻ യത്തഖിദ് ശൈത്വാന വലിയൻ മിൻ ദൂനില്ലാഹ് ഫഖദ് ഖസിറ ഖുസ്റാനൻ മുബീന. അല്ലാഹു സൃഷ്ടിച്ച ആ രൂപത്തെ അല്ലാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് അതിൽ മാറ്റം വരുത്തുമ്പോൾ ഈ ദുനിയാവിൽ നാളെ ആഖിറത്തിലും വലിയ പരാജയം അവന് ഏറ്റുവാങ്ങേണ്ടി വരും. മനുഷ്യരാൽ വെറുക്കപ്പെട്ടവനായി മാറും അവന്. അതല്ല അവന്റെ കമന്റ് ബോക്സിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൂറത്തുർ റൂമിൽ അല്ലാഹു പറയുന്നുണ്ട്, ഫിത്രത്തുല്ലാഹി ഫതറന്നാസ അലൈഹാ ലാ തബ്ദീല ലിഖൽഖില്ലാഹ്. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിൽ ഒരിക്കലും മാറ്റം വരുത്തരുത് കേട്ടോ. അത് അല്ലാഹു ഇഷ്ടപ്പെടുന്നേയില്ല. അത് അല്ലാഹുവിന്റെ കോപത്തിന് കാരണമായി തീരും. ഓസ്ട്രേലിയൻ വംശജനായ ബ്ലാക്ക് ഏലിയൻ എന്ന് പറയുന്ന ഒരാളെ നമ്മളൊക്കെ ഈ അടുത്ത് വാർത്തകളിൽ നിറഞ്ഞു നിന്ന ആളെ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. അദ്ദേഹം അന്യഗ്രഹ ജീവിയാവാൻ ശ്രമിച്ച് നാക്ക് മുറിച്ചു, രണ്ടായി നാക്ക് പൊളിച്ചു, ത്രെഡ് ഇട്ടു, മൂക്ക് മുറിച്ചു, ചെവി മുറിച്ചു, ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ടാറ്റു അടിച്ചു, ത്രെഡ് ഇട്ട് കൊമ്പ് വെക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ വെച്ചു. അങ്ങനെ ഒരു അന്യഗ്രഹ ജീവിയെ തോന്നിപ്പിക്കും വിധം ശരീരത്തിൻ്റെ ഘടന മാറ്റി. അവസാനവും വിലപിച്ചു, എനിക്ക് ഇനിയൊരു മനുഷ്യനായാൽ മതി, അത്രയേറെ വേദന ഞാൻ സഹിക്കുന്നുണ്ട്, എനിക്കൊരാളും ജോലി തരുന്നില്ല, കാണുമ്പോൾ എന്നെ പുഴുത്ത പട്ടികളെ കല്ലെടുത്തെറിഞ്ഞ് ആട്ടും പോലെ എന്നെ ജനങ്ങളൊക്കെ കളിയാക്കുകയും പരിഹസിക്കുകയും ആട്ടി ഓടിക്കുകയും ചെയ്യാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ മാറ്റം വരുത്തിയാൽ ഇതൊക്കെ തന്നെയാണ്, ജനങ്ങളാൽ പരിഹസിക്കപ്പെടും. മനോഹരമായ ശരീരം അള്ളാഹു തന്നിട്ട് സൂറത്ത് തീനിൽ അള്ളാഹു പറയുന്നുണ്ട്, മനോഹരമായിട്ടാണ് നിങ്ങളെ ഓരോരുത്തരെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. അത് മാറ്റം വരുത്തുമ്പോൾ അള്ളാഹുവിൻ്റെ കോപത്തിന് അർഹനാവും. അപ്പോൾ ജനങ്ങളാൽ പരിഹസിക്കപ്പെടും. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ആൾ ഇവനാണെങ്കിൽ ഇതാണ് അവസ്ഥ. ഓക്കെ, നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല, സോഷ്യൽ മീഡിയയിലൂടെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഏതായാലും അള്ളാഹു അവന് നല്ല ബുദ്ധി കൊടുക്കട്ടെ. അവൻ്റെ പിന്നാലെ നടക്കുന്ന വേറൊരുത്തനുണ്ടല്ലോ, അവനക്കും അള്ളാഹു നല്ല ബുദ്ധി കൊടുത്ത്
ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ തോന്നട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം.